ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹി മെട്രോയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മെട്രോയെ പറ്റി എന്തിനാണ് വീഡിയോ? അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നേ ഈ ചാർട്ട് ഒന്ന് കാണുക. ഏകദേശം 395 കിലോമീറ്റർ മെട്രോ സർവീസ്, 286 സ്റ്റേഷൻ, 10 നിറത്തിലുള്ള വ്യത്യസ്ത തരം മെട്രോ ലൈനുകൾ. ഇന്ത്യയിലെ ടോട്ടൽ മെട്രോ നെറ്റ്വർക്കിൽ നിന്നും 40% കൈയാളുന്ന ഒരേ ഒരു മെട്രോ സർവീസ്. ഇതിനെല്ലാം പുറമെ 2025 ഡിസംബറോടുകൂടി വേൾഡിൽ തന്നെ ഒരു സിറ്റിക്കുള്ളിൽ ഏറ്റവും ദൈർഘ്യമുള്ള മെട്രോ കണക്ടിവിറ്റിയായി ഡൽഹി മെട്രോ മാറും. ഡൽഹി കാണാൻ വരുന്നവരും ഡൽഹിയിലുള്ളവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഡൽഹി മെട്രോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഗൈഡായിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടോ ഉപയോഗിക്കാം. ഡൽഹി കാണാൻ വരുന്നവർ മെട്രോ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഡൽഹി മെട്രോയുടെ ഈ നെറ്റ്വർക്ക് ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. വ്യത്യസ്ത നിറങ്ങളിലുള്ള ടോട്ടൽ 10 മെട്രോ ലൈനുകളാണ് ഡൽഹി മെട്രോയ്ക്കുള്ളത്. റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, വയലറ്റ്, പിങ്ക്, മജന്ത, ഗ്രേ ആൻഡ് ഓറഞ്ച് ലൈൻ. ഇതിലെ ഓറഞ്ച് ലൈൻ എയർപോർട്ട് എക്സ്പ്രസ് വേ ആണ്, അതുകൊണ്ട് തന്നെ ചാർജും കൂടുതലാണ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും 3ഉം 4ഉം ഞാൻ ബ്ലൂ തന്നെയല്ലേ കൊടുത്തതെന്ന്. അതിന് കാരണം വ്യത്യസ്തമായ 2 റൂട്ടിനും ബ്ലൂ തന്നെയാണ് ഡൽഹി മെട്രോ കൊടുത്തിരിക്കുന്നത്. ഈ മാപ്പ് നോക്കുന്ന നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം. 2 മെട്രോ ലൈനുകൾ ഉണ്ടെങ്കിലും ഒരേ നിറം തന്നെ കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നതാണ് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷൻ, ഡൽഹി മെട്രോയുടെയും ഡൽഹിയുടെയും ഹൃദയഭാഗം. ഡൽഹി കാണാൻ വരുമ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഏറ്റവും തിരക്കേറിയ യെല്ലോ ലൈനും ബ്ലൂ ലൈനും ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷൻ രാജീവ് ചോക്കാണ്. ഇതാണ് യെല്ലോ ലൈൻ. ഡൽഹിയിലെത്തുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെട്രോ നെറ്റ്വർക്കാണിത്. എന്തുകൊണ്ടെന്നാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ സെക്രട്ടേറിയറ്റും എയിംസും കുത്തബ് മിനാറും എല്ലാം ഈ ലൈനിൽ തന്നെയാണ്. വേറെ എല്ലാ മെട്രോ ലൈനുകളിലേക്കും യെല്ലോ ലൈനിൽ നിന്നും ആക്സസ് ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഡൽഹി എത്തിയതിനു ശേഷം സ്റ്റേ ചെയ്യാൻ ഈ യെല്ലോ ലൈനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ യാത്രകൾക്ക് സുഗമം. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓറഞ്ച് ലൈൻ ഒഴികെ ബാക്കി എല്ലാ മെട്രോയ്ക്കും മിനിമം 10 രൂപ മുതൽ മാക്സിമം 60 രൂപ വരെയാണ് ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത്. ഇതാണ് ബ്ലൂ ലൈൻ. ഇത് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ലൈനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കുള്ള ലൈനുകളിൽ ഒന്നാണ് ഈ ബ്ലൂ ലൈൻ. ദ്വാരക സെക്ടർ 21 മുതൽ നോയിഡ ഇലക്ട്രോണിക് സിറ്റി വരെ ഈ ബ്ലൂ ലൈൻ നീളുന്നു. യമുന ബാങ്ക് മുതൽ വൈശാലി വരെ വേറൊരു റൂട്ട് കൂടെ ബ്ലൂ ലൈനുണ്ട്. റെഡ് ലൈൻ. റെഡ് ലൈനിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻ കശ്മീരി ഗേറ്റ് ആണ്. ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ അവിടെ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത്. റിട്ടാല മുതൽ സഹിച്ചൽ വരെ പോകുന്ന ഈ റെഡ് ലൈൻ 29 സ്റ്റേഷൻസ് കവർ ചെയ്യുന്നു. ഡൽഹി മെട്രോയുടെ വേറൊരു പ്രത്യേകത വേറെ സ്റ്റേറ്റുകളായ ഉത്തർപ്രദേശും ഹരിയാനയും കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്കായി ഡൽഹി മെട്രോ മാറിയതിൽ അതിശയമൊന്നുമില്ല. ഗ്രീൻ ലൈൻ. ഡൽഹിയെയും ഹരിയാനയെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ ഗ്രീൻ ലൈൻ. ഇന്ദ്രലോക് മുതൽ ബ്രിഗേഡിയർ ഹോഷിയാർ സിംഗ് സ്റ്റേഷൻ വരെ ഗ്രീൻ ലൈൻ നീളുന്നു. ഡൽഹിയിൽ കീർത്തിനഗർ സ്റ്റേഷൻ ഗ്രീൻ ലൈനുമായി കണക്ട് ചെയ്യുന്നു. ഇതാണ് വയലറ്റ് ലൈൻ. കൽക്കാജി മന്ദിർ, ലോട്ടസ് ടെമ്പിൾ, ഇസ്കോൺ ടെമ്പിൾ ഇതെല്ലാം വയലറ്റ് ലൈനിലാണ്. കശ്മീരി ഗേറ്റ് മുതൽ രാജാ നഹർ സിംഗ് വരെ പോകുന്ന ഈ വയലറ്റ് ലൈൻ ഏകദേശം 34 സ്റ്റേഷൻസ് കവർ ചെയ്യുന്നു. മീററ്റ് വരെ പോകുന്ന സെമി ബുള്ളറ്റ് ട്രെയിൻ സർവീസായ നവഭാരതിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ വയലറ്റ് ലൈനിലെ ജനക്പുര സ്റ്റേഷനിൽ പോയാൽ മതി. മജന്ത ലൈൻ. കൃഷ്ണ പാർക്ക് എക്സ്റ്റൻഷൻ മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ നീളുന്ന മെട്രോ സർവീസ്. മജന്ത ലൈനിലൂടെ നമുക്ക് 26 സ്റ്റേഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഡൽഹിയിലെ മെയിൻ സ്പോട്ടുകളിലും അയൽ സംസ്ഥാനങ്ങളിലേക്കും നീളുന്ന ഡൽഹി മെട്രോ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. ഒരു മെട്രോ നെറ്റ്വർക്കിന് എത്രത്തോളം വളരാവോ അത്രത്തോളം ഡൽഹി മെട്രോ വളർന്നിരിക്കുന്നു. പിങ്ക് ലൈൻ. ഡൽഹി മെട്രോയുടെ ഏറ്റവും നീളം കൂടിയ ലൈൻ. ഡൽഹി മെട്രോയുടെ നെക്ക് എന്ന് വേണമെങ്കിൽ പിങ്ക് ലൈനെ വിശേഷിപ്പിക്കാം. ഡൽഹിയെ യു ആകൃതിയിൽ കറങ്ങി വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മജ്ലിസ് പാർക്ക് മുതൽ ശിവ് വിഹാർ വരെ 38 സ്റ്റേഷനാണ് പിങ്ക് ലൈനിനുള്ളത്. ഡൽഹിയുടെ ഏറ്റവും ചെറിയ മെട്രോ ലൈൻ ഗ്രേ ലൈനാണ്. വെറും 6 കിലോമീറ്റർ ദൈർഘ്യം, 4 സ്റ്റേഷൻസ്. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ലൈനിലേക്കാണ്. അതെ, എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ. എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് ലൈൻ മറ്റു മെട്രോ ലൈനുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറച്ചധികം ഫെസിലിറ്റീസുകളുണ്ട്. അതിനനുസരിച്ച് മറ്റു മെട്രോകളെ കമ്പയർ ചെയ്യുമ്പോൾ ഓറഞ്ച് ലൈനിൽ കുറച്ച് ചാർജ് കൂടുതലാണ്.
മറ്റു മെട്രോകളിൽ മിനിമം ചാർജ് 10 രൂപയാണെങ്കിൽ ഇവിടെ അത് 30 രൂപയാണ്. മറ്റു മെട്രോ ലൈനുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓറഞ്ച് ലൈനിൽ സ്റ്റേഷൻസ് കുറവും ട്രെയിനിൻ്റെ സ്പീഡ് കൂടുതലുമാണ്. ആകെ 6 സ്റ്റേഷൻസും എന്നാൽ 120 km/h ആവറേജ് സ്പീഡുമാണ് ഓറഞ്ച് ലൈനിനുള്ളത്. ഒരു ചെറിയ എയർപോർട്ട് മാതൃകയിൽ തന്നെയാണ് എല്ലാ ഓറഞ്ച് ലൈൻ സ്റ്റേഷൻസും നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഡോർ സെറ്റപ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മറ്റു മെട്രോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സീറ്റുകളാണ് ഓറഞ്ച് ലൈൻ മെട്രോയ്ക്കുള്ളത്. ട്രെയിനിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പ്രൊഹിബിറ്റഡ് ആയിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 ചെറിയ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓറഞ്ച് ലൈൻ മെട്രോയുടെ സീറ്റ് ഉള്ളത്. ന്യൂഡൽഹിയിൽ നിന്നും വേറെ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്താം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ഡൽഹി വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.